അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തുഫാൻ പദ്ധതിയോടനുബന്ധിച്ച് ജൂൺ 26-ന് ചെർപ്പുളശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ ബുള്ളറ്റ് റാലി സംഘടിപ്പിക്കുന്നു. വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്തുകയും സമൂഹത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം ശക്തമായി പ്രചരിപ്പിക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് ജൂൺ 26-ന് ചെർപ്പുളശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ ബുള്ളറ്റ് റാലി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെ ചെർപ്പുളശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വ്യാപനവും വർദ്ധിച്ച സാഹചര്യത്തിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണം ശക്തമാക്കുകയും യുവജനങ്ങളിൽ ലഹരി വിരുദ്ധ സന്ദേശം എത്തിക്കുകയുമാണ് റാലിയുടെ പ്രധാന ലക്ഷ്യം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ചെർപ്പുളശ്ശേരി, തൃക്കടീരി, ചളവറ, നെല്ലായ, കുലുക്കല്ലൂർ എന്നീ പ്രദേശങ്ങളിലൂടെയാണ് ബൈക്ക് റാലി കടന്നുപോവുക. കൂടാതെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ചെർപ്പുളശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ PK കവിരാജൻ പറഞ്ഞു. നമസ്കാരം. അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ാം തീയതി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി നമ്മുടെ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ചെർപ്പുളശ്ശേരി പോലീസ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശ ബൈക്ക് റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് 26-ാം തീയതി രാവിലെ 8:30 മണിക്ക് ബഹുമാനപ്പെട്ട പാലക്കാട് MP സാർ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ബഹുമാനപ്പെട്ട ഷൊർണൂർ MLA ഈ അവസരത്തിൽ പ്രധാന സന്ദേശം നൽകുന്നതാണ്. വിവിധ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് ചെർപ്പുളശ്ശേരി ടൗണിൽ നിന്നാണ്. ചെർപ്പുളശ്ശേരി, നെല്ലായ, ചളവറ, തൃക്കടീരി, വെള്ളിനേഴി എന്നീ പഞ്ചായത്തുകളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഈ ബൈക്ക് റാലി ആ വഴിയാണ് സഞ്ചരിക്കുന്നത്. അവിടെ ഈ തൂഫാൻ ലഹരി വിരുദ്ധ സന്ദേശവും മറ്റ് പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. CCST കോളേജും നമ്മുടെ ഐഡിയൽ കോളേജിലെ കലാകാരന്മാർ ചേർന്നൊരുക്കുന്ന കൾച്ചറൽ പ്രോഗ്രാം ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ലഹരി വിരുദ്ധ സന്ദേശത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്നുണ്ട്. അതിലെ മുഴുവൻ ആളുകളും നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരും പങ്കെടുക്കണമെന്ന് പോലീസ് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ജനപ്രതിനിധികളും പങ്കെടുക്കേണ്ടതാണ്. ആരെയെങ്കിലും വിട്ടുപോയിട്ട്, ഞങ്ങൾ എല്ലാവരെയും ഏകദേശം വിളിച്ചിട്ടുണ്ട്, ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ഇതിൻ്റെ അറിയിപ്പായിട്ട് എടുക്കണം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ഈ ഡ്രഗ്സ് വേരോട് പിഴുതെറിയാൻ നമ്മൾ ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് ശക്തമായി ഇടപെടണം. അതിനുവേണ്ടി സമൂഹത്തിലെ എല്ലാവരും നല്ലവരായ മനസ്സുകളുടെയും സഹകരണം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇത് വൻപിച്ച് വിജയമാക്കാൻ എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കും. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന വ്യാപകമാകുന്ന സാഹചര്യത്തിൽ കുട്ടികളിൽ അസ്വാഭാവികമായ പെരുമാറ്റങ്ങളോ മാറ്റങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രധാനമായും മറ്റുള്ള ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ആളുകളെ കണ്ടെത്തി അതിലൂടെ അതിൻ്റെ ഈ റൂട്ട്, അതിൻ്റെ വേരറക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു വലിയ എഫേർട്ടാണ്. കാരണം പിടിക്കപ്പെടുന്ന പ്രതികൾ അത്രയും ഇതിൻ്റെ സോഴ്സുകൾ വ്യക്തമാക്കാൻ തയ്യാറാകത്തില്ല. പല രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടും പലപ്പോഴും ഇവർ ഈ സോഴ്സുകൾ മറച്ചു വെക്കുകയാണ്. അത് കണ്ടുപിടിക്കാനുള്ള വിവിധ ശാസ്ത്രീയ വശങ്ങൾ പോലീസ് ഇപ്പം ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇവർ ഇത് മറച്ചു വെക്കുന്നത് തന്നെ ഇതിൻ്റെ ഒരു വലിയ ഭീകരതയാണ് നാം വെളിവാകുന്നത്. കാരണം അതിൻ്റെ ഒരു വലിയ നെറ്റ്വർക്ക് സംവിധാനം ഇതിനകത്തുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എല്ലാ രക്ഷിതാക്കളും ഇത്തരം കാര്യത്തിൽ അവെയർ ആയിരിക്കണം. കാരണം തങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയം, പോകുന്ന സമയം അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഏതെങ്കിലും തരത്തിൽ ഇത് താമസിച്ച് വരുന്നോ അല്ലെങ്കിൽ മോശമായ സൗഹൃദങ്ങളുണ്ടെങ്കിലോ അവർക്കറിയാൻ കഴിയും. കാരണം അല്ലെങ്കിൽ കുട്ടികളുടെ ബിഹേവിയർ, അതായത് പെരുമാറ്റത്തിലുള്ള വ്യത്യാസം നമുക്കറിയാൻ പറ്റും. ഇത്തരം ഡ്രഗ്സുകളൊക്കെ വിൽക്കുന്ന കുട്ടികൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന പെരുമാറ്റത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരിക, രോഷാകുലരാകുക, അല്ലെങ്കിൽ സങ്കടം വരിക, ഇങ്ങനെയുള്ള പ്രകടമായ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകാൻ വഴിയുണ്ട്. അതുണ്ടെങ്കിൽ അത് രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കേണ്ടതും സംശയാസ്പദം തോന്നുന്ന കൗൺസിലിങ്ങോ വിധേയമാക്കേണ്ടതും പോലീസിനെ അറിയിക്കുകയും ചെയ്യണമെന്നാണ് പറയാറുള്ളത്. ലഹരി വിരുദ്ധ റാലിയിൽ ജനപ്രതിനിധികൾ, വ്യാപാരികൾ, സാംസ്കാരിക പ്രവർത്തകർ, യുവജന സംഘടനാ പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുക്കും. The pleasure of personal banking.
മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.